Hello everyone, this is Jebin Say from Ebica. അങ്ങനെ നമ്മുടെ iOS 18.3-ൻ്റെ RC റിലീസ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 6.34 GB എൻ്റെ iPhone 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 6 to 7 GB തന്നെയായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ RC റിലീസ് കൊണ്ടുവന്നുണ്ട്. വാച്ചിനും ഐപാഡിനും മാക്കിനും എല്ലാത്തിനും പുതിയ RC റിലീസ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇതേപോലെ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.3 22D60 എന്ന് നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറാണ് ഈ വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ വേറെ ബഗ്ഗോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ സെയിം ഈ ബിൽ നമ്പർ തന്നെയായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷനും വരാനുള്ള ചാൻസ്. അതോടൊപ്പം നമുക്ക് പുതിയ മോഡേൺ ഫോമുണ്ട് അപ്ഡേഷൻ യാതൊന്നും ഈ ഒരു ബെയ്റ്റയിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ RCയിൽ വന്നിട്ടില്ല. ബെയ്റ്റ 3 മുതൽ ഈ ഒരു RC റിലീസ് വരെയും നമുക്ക് മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ iOS 18.2.1-ൽ നിന്ന് iOS 18.3-ലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ എന്തായാലും ലഭിക്കുന്നതായിരിക്കും. പിന്നീട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേറ്റർ ആപ്പിലാണ്. നേരെ കാൽക്കുലേറ്റർ ആപ്പ് എടുക്കാം. കാൽക്കുലേറ്റർ ആപ്പിൽ ഇനി മുതൽ നമുക്ക് ഈക്വൽ ടു ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഡിജിറ്റ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഞാനിപ്പോൾ 45x45 എന്ന് ടാപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ഈക്വൽ ടു അടിക്കുമ്പോൾ ഇനി ആ ഒരു ഡിജിറ്റ് വലുതാവുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ചെറിയ ചേഞ്ച് ആയാൽ പോലും ഈ ഒരു ചേഞ്ച് iOS 18-ൽ ആപ്പിൾ മാറ്റിയായിരുന്നു. അതിനുശേഷം iOS 18.3-ലാണ് അവർ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത്. അടുത്ത വന്ന മാറ്റം നമ്മുടെ നോട്ടിഫിക്കേഷൻസിലാണ്. നോട്ടിഫിക്കേഷൻസിൽ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ സമ്മറീസ് കിട്ടുമ്പോൾ ഇതേപോലെ റെഗുലർ ഫോണ്ട് ആയിരിക്കില്ല, ഒരു ഇറ്റാലൈസ്ഡ് ആയിട്ടുള്ള, അതായത് കുറച്ച് ചരിഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടിലേക്കായിരിക്കും ഇനി മുതൽ നമുക്ക് നോട്ടിഫിക്കേഷൻ സമ്മറീസ് കിട്ടാൻ പോകുന്നത്. അത് ഏറ്റവും എളുപ്പമായിട്ട് ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ സമ്മറീസ് ആണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഫോൺ ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ സെറ്റിങ്സിലും കുറച്ചധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ നോട്ടിഫിക്കേഷൻസിൽ പോയി കഴിയുമ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന ഡിവൈസിൽ കറക്റ്റായിട്ട് ഒരു ഓപ്ഷൻ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ നോട്ടിഫിക്കേഷൻ സമ്മറിയിൽ ഇറേഴ്സ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് എടുത്ത് വായിക്കണം. നോട്ടിഫിക്കേഷൻ സമ്മറിയിൽ ഇറേഴ്സ് ഉണ്ടാവാം എന്ന് ആപ്പിൾ ഇൻ്റലിജൻസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് iOS 18.3-ൽ ഇനി ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. നമ്മളിനി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന പോലെ സിറി ആൻഡ് സെറ്റിങ്സിൽ ഇനി മുതൽ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് നേരത്തെ ഓൺ ചെയ്യണമായിരുന്നു. പക്ഷേ ഇനി മുതൽ iOS 18.3-ൽ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും ഡിഫോൾട്ടായിട്ട് തന്നെ ഓൺ ആവുന്നതായിരിക്കും. അടുത്ത വന്ന ചേഞ്ച് iPhone 16 സീരീസിന് എക്സ്ക്ലൂസീവായിട്ടാണ്. കാരണം വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് പ്ലാന്റ്സ്, ബേർഡ്സ്, ആനിമൽസ് എന്നീ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പോസ്റ്റേഴ്സിൽ നിന്നും അതേപോലെ ഏതെങ്കിലും ടെക്സ്റ്റിൽ നിന്നും കറക്റ്റായിട്ട് ഒരു ഇവൻറ്റ് സ്കെഡ്യൂൾ ചെയ്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലോഡ് ചെയ്യാനും പറ്റുന്ന ആ ഒരു ഓപ്ഷൻ iOS 18.3-ൽ വിഷ്വൽ ഇൻ്റലിജൻസിനും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിൽ വന്ന ബഗ് ഫിക്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കീബോർഡിൻ്റെ ബഗ് ഫിക്സ് ആണ്. കുറേയധികം കൂട്ടുകാർക്ക് കീബോർഡിൻ്റെ റെസ്പോൺസ് കറക്റ്റായിരുന്നില്ല. ആ ഒരു ടൈപ്പിങ്ങിൻ്റെ ഫീഡ്ബാക്കിൽ ക്ലിക്ക് ചെയ്യുന്ന ആൽഫബറ്റ് വരാതിരിക്കുന്ന ഒരു ബഗ് ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കീബോർഡിൽ നമുക്ക് സ്റ്റിക്കേഴ്സിൻ്റെ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇമോജീസിൻ്റെ ഈ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു ഇമോജി പാലറ്റിൽ മിസ്സിങ് ആയിട്ടുണ്ടായ ഇമോജീസ് ഉണ്ടായിരുന്നു. അതും ആപ്പിൾ ഇപ്പോൾ റിസോൾവ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇമോജി പാലറ്റ് വരുന്നുണ്ട് എന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. അതോടൊപ്പം വേറെ കുറേ കൂട്ടുകാർക്ക് നന്നായിട്ടുള്ള ഹീറ്റിംഗ് പ്രോബ്ലവും ബാറ്ററി ട്രെയിനിങ് ഇഷ്യൂസും ഉണ്ടായിരുന്നു. ഹീറ്റിംഗ് പ്രോബ്ലം വരാൻ കുറച്ചധികം മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഒറിജിനൽ ചാർജർ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഔട്ട്ഡോർ നിങ്ങൾ നന്നായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂ വരാനുള്ള
ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ അധികം യൂസ് ചെയ്യുന്നില്ല, ഒറിജിനൽ ബാറ്ററിയാണ്, അതോടൊപ്പം ഒറിജിനൽ ചാർജറാണ്, എന്നിട്ടും നല്ല ചൂട് ഡിവൈസിൽ വരുന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ബഗ് ആയിരിക്കാം. ഒരു അപ്ഡേഷനും 2 അപ്ഡേഷനും കഴിഞ്ഞിട്ടും ഈ ഒരു ബഗ് കറക്റ്റായിട്ട് പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് എന്തായാലും സർവീസ് സെൻ്ററിൽ കാണിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി നന്നായിട്ട് ഡീഗ്രേഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ പെർഫോമൻസ് ആസ് ഓഫ് നൗ വരുന്നത്. നമ്മുടെ ആപ്പ് ലൈബ്രറി നോക്കുമ്പോഴും സ്ക്രോളിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ഈസി ആൻഡ് സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ iOS 18.3 എന്നാണ് ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും നെക്സ്റ്റ് വീക്ക് 27 തന്നെ നമുക്ക് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 27 ഒരു മൺഡേ ആണ്, രാത്രി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 10:30 ഈ ഒരു അപ്ഡേഷൻ ഒഫീഷ്യലി റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. എപ്പോഴും ആപ്പിളിൻ്റെ അപ്ഡേഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ പോലും മിക്കവാറും നമുക്ക് റിപ്പോർട്ട് അനുസരിച്ച് 27 തന്നെയാണ് കൺഫേം ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഫെബ്രുവരിയിൽ നമുക്ക് iOS 18.4 പുതിയ ബീറ്റാസ് ലഭിക്കാനും ചാൻസ് ഉണ്ട്. അതൊരു മേ ബി മാത്രമാണ്. iOS 18.3 ഒഫീഷ്യൽ അപ്ഡേറ്റിന് ശേഷം 28 iOS 18.4 ബീറ്റ വരാനും ചാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ഫെബ്രുവരിയിലാണ് എന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. സോ ഈ ഒരു അപ്ഡേഷൻ പ്രഡിക്ഷനും കറക്റ്റായിട്ട് തന്നെ വന്നാൽ നമ്മുടെ കറക്റ്റ് അപ്ഡേഷൻ ലൈനപ്പും കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.3 RCയിൽ നമുക്കുണ്ടായ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ കുറേയധികം കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ കറക്റ്റായിട്ടുള്ള റെഗുലർ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Vin Xavier signing from Evica.